ദേഷ്യത്തിൽ സംസാരിക്കുന്നവർക്ക് അതിലും മനോഹരമായി സ്നേഹിക്കുവാനുള്ള ഹൃദയമുണ്ട്. പുറമെ ചിരിച്ചുകൊണ്ട് നല്ല വാക്കുകൾ മൊഴിയുന്നവർക്ക് അതിലും മനോഹരമായി വഞ്ചിക്കാനുള്ള മനസ്സുമുണ്ട്. ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ ജീവിതയാത്രയിലെ തടസ്സങ്ങൾക്ക് ഒരിക്കലും നമ്മളെ തളർത്താനാകില്ല. അർഹതയില്ലാത്ത ഒന്നിനെയും മതിമറന്ന് സ്നേഹിക്കരുത്. അത് നമുക്ക് എന്നും വേദന മാത്രമേ സമ്മാനിക്കൂ. നമ്മുടെ സമയം, നമ്മുടെ സ്നേഹം, നമ്മുടെ സൗഹൃദം, അങ്ങനെ എല്ലാം നമ്മളിൽ പൂർണ്ണമായും അറിയുന്നവർക്ക് നൽകുക. അല്ലാത്തവർക്ക് നമ്മൾ വെറും നേരമ്പോക്ക് മാത്രമായിരിക്കും. വ്യക്തികൾക്കോ സാഹചര്യങ്ങൾക്കോ നമ്മുടെ സ്വസ്ഥതയെ നശിപ്പിക്കാൻ ആകില്ല. മറിച്ച് അവയെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവങ്ങളും പ്രതികരണങ്ങളുമാണ് അസ്വസ്ഥമാക്കുന്നത്. ചിലർ ആലിപ്പഴങ്ങൾ പോലെയാണ്. നനച്ചിരിക്കാതെ കൈവെള്ളയിൽ വീണ് കൊതിപ്പിക്കും. കൈപ്പിടിയിൽ ഒതുങ്ങിയെന്ന് തോന്നുമ്പോൾ അലിഞ്ഞ് തീരുകയും ചെയ്യും. നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം നിങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞില്ല എന്നത് തന്നെയാണ്. വാക്കുകളെ വിശ്വസിക്കരുത്, പ്രവൃത്തികളെ വിശ്വസിക്കുക. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയുള്ള ജീവിതം അസാധ്യമാണ്. ജീവിതത്തിൽ തുടർച്ചയായി ആരോപണങ്ങൾ നേരിടുന്നുവെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ നേരായ പാതയിൽ തന്നെയാണ്. ആർക്കും സമ്മാനിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മുടെ പുഞ്ചിരി. ഏതൊരു കർമ്മവും വാക്കും അതെത്ര നിസ്സാരമായിരുന്നാലും മനുഷ്യ നന്മയ്ക്ക് ഉതകുന്നതാണെങ്കിൽ അത് പുണ്യവും അമൂല്യവുമായി മാറുന്നു. ആർക്കും തിരികെ പോയി പുതിയൊരു തുടക്കം കുറിക്കാൻ കഴിയില്ലെങ്കിലും ഇപ്പോൾ മുതൽ പ്രയത്നിച്ച് നല്ലൊരു അവസാനം രൂപപ്പെടുത്താൻ കഴിയും. നമ്മൾ മാറാൻ ശ്രമിച്ചാൽ നേടാൻ ഒരുപാടുണ്ട്. ആഗ്രഹിക്കുന്നതിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തുക. നമുക്ക് മാറാനും നേടാനും കഴിയും എന്നത് തീർച്ചയായ ഒരു കാര്യമാണ്. ഏതു കാര്യം ചെയ്യുമ്പോഴും ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോവുക. എത്രത്തോളം നമ്മൾ സഞ്ചരിക്കുന്ന വഴി ദുർഘടം ആകുമ്പോഴും മനോഹരമായ ഒരു വഴി മുന്നിലുണ്ട് എന്ന തോന്നലാണ് നമുക്ക് മുന്നോട്ട് നടക്കാൻ പ്രചോദനമാകുന്നത്. ചിലപ്പോഴൊക്കെ വിഡ്ഢികളെ പോലെ ആകുന്നതാണ് നല്ലത്. എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലാകാത്ത പോലെ അങ്ങ് നടക്കണം. ചില ബന്ധങ്ങൾ നിലനിർത്താൻ അതാണ് നല്ലത്. പ്രതികരിക്കുന്നില്ല എന്നു കരുതി ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് അർത്ഥമാക്കരുത്. ആസ്വദിക്കാൻ അറിയാമെങ്കിൽ ഏകാന്തതയാണ് ജീവിതത്തിലെ ഏറ്റവും സുന്ദര നിമിഷം. കൈ നിറയെ പണം ഉള്ളവനല്ല, മനസ്സ് നിറയെ സമാധാനമുള്ളവനാണ് യഥാർത്ഥ സമ്പന്നൻ. നേടാൻ കഴിയാതെ പോകുന്ന എന്തിനോടും നമുക്കൊരിഷ്ടം കൂടുതലായിരിക്കും. കാരണം നേടാൻ കഴിയാത്തത് പലതും നമ്മുടെ സ്വപ്നങ്ങളാണ്. ഒരു തൂവൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല. അതുപോലെ ഒരു പരാജയമോ നഷ്ടമോ വന്നാൽ നാം ഒരിക്കലും തളരാനും പാടില്ല. അമിതമായി പറഞ്ഞു പോയ ഒരു വാക്കിനെ ഒരു ക്ഷമാപണം കൊണ്ട് ചിലപ്പോൾ തിരുത്താനാകും. പക്ഷേ അത് കേട്ടയാളുടെ മനസ്സിൻ്റെ മുറിവുണക്കാൻ പ്രാപ്തമാകണമെന്നില്ല. മരണം കൊണ്ടുപോകാത്തതായി ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ. അത് നാം മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും അതിൻ്റെ ഒരു പിടി നല്ല ഓർമ്മകളുമാണ്. അർഹതയില്ലാത്ത ചില്ലമേൽ പടർന്നു പിടിക്കാതിരിക്കുക. അടർത്തി മാറ്റപ്പെടുമ്പോൾ ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവ് സമ്മാനിച്ചേക്കാം. തേളിനെ പോലെയാണ് ചിലർ. തട്ടിയാലും തലോടിയാലും കുത്തി നോവിക്കും. അവരുടെ നന്മയ്ക്കായി നീട്ടിയ കരങ്ങളിൽ പോലും കുത്തി നോവിക്കുക എന്നത് അവരുടെ ജന്മപ്രകൃതം തന്നെയാണ്. ഒരു താക്കോൽ മതി അടയ്ക്കാനും തുറക്കാനും. ഒരു നാവ് മതി വളർത്താനും തളർത്തുവാനും. ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും. പക്ഷേ ആ വേദന നമുക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്. ബാക്കിയുള്ളവർ നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് വീക്ഷിക്കുന്നവർ മാത്രമാണ്. ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവരെ ആശ്രയിച്ച് നിങ്ങളുടെ ഭാവി കണക്ക് കൂട്ടരുത്. ചിലർ വഴി തിരിഞ്ഞ് നടക്കും, മറ്റു ചിലർ ജീവിതം പഠിപ്പിക്കും.
ചുരുക്കം ചിലർ മാത്രമേ ഒടുക്കം വരെ കൂടെ ഉണ്ടാകൂ. സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം, അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല. ഓർക്കുക, എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല. ഒരാളുടെ വിജയത്തിന് മധുരം നിശ്ചയിക്കുന്നത് അയാളുടെ പരാജയങ്ങളാണ്. ഏതൊരു മനുഷ്യൻ്റെ വിജയത്തിന് പുറകിലും ഒരു വീഴ്ചയുടെ മുറിവുണ്ടാകും. ജീവിതത്തിൽ തോൽവി അനുഭവപ്പെടുമ്പോഴാണ് മനുഷ്യർ അവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത്. ചില തോൽവികൾ വലിയൊരു പാഠമാണ്. തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുക എന്ന പാഠം. തോൽവി സമ്മതിച്ച് പിന്മാറരുത്. പ്രതീക്ഷിക്കുന്നതെല്ലാം സംഭവിക്കണമെന്നില്ല. എങ്കിലും നല്ലത് ചെയ്യുക, നന്മയിൽ ജീവിക്കുക. അപ്പോൾ ജീവിതം മനോഹരമാകും. ഞാൻ എന്ന ഭാവം ഉപേക്ഷിക്കുക. നമ്മൾ എന്ന ചിന്ത വളർത്തുക. അഹംഭാവത്തെ മറികടക്കുക. സ്നേഹത്തിന് വില കൽപ്പിക്കുക. ചിരിച്ചുകൊണ്ട് അകലം കുറയ്ക്കുക. അപവാദങ്ങളെ അവഗണിക്കുക. മറ്റുള്ളവർ നിങ്ങളെ ഏത് രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക. കേട്ട നുണകളെ ഒരു ചിരിയോടുകൂടി സ്വീകരിക്കുക. അതിന് പിന്നാലെ സത്യം വരുന്നുണ്ട്. അന്ന് അതിനുള്ള മറുപടി പറയുക. നുണകൾക്ക് സത്യത്തെ മറച്ചു പിടിക്കാനേ കഴിയൂ, മാറ്റി നിർത്താൻ കഴിയില്ല. നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതപാത തടസ്സങ്ങൾ ഒന്നുമില്ലാതെ വളരെ വ്യക്തമാണെങ്കിൽ ഒരുപക്ഷെ മറ്റാരൊക്കെയോ സഞ്ചരിച്ച അതേ ജീവിതപാത തന്നെ നിങ്ങളും പിന്തുടരുകയായിരിക്കാം. സ്വന്തം എന്ന തോന്നൽ കൊണ്ടും അമിതമായ സ്നേഹം കൊണ്ടും നമ്മൾ ചെയ്യുന്ന പലതും മറ്റുള്ളവർക്ക് ഒരു പക്ഷേ ശല്യമായിരിക്കാം. പരാജയം മാത്രം ഏറ്റുവാങ്ങിയ ജീവിതം ഒന്നും ചെയ്യാതെ ചിലവഴിച്ച ജീവിതത്തേക്കാൾ പ്രയോജനകരവും മൂല്യമേറിയതുമാണ്. വിജയം സന്തോഷത്തിൻ്റെ താക്കോലല്ല, സന്തോഷമാണ് വിജയത്തിൻ്റെ താക്കോൽ. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഭയം നിങ്ങളുടെ നല്ല ഭാവിയെ തിരിച്ചറിയുവാനുള്ള കഴിവിനെ മുരടിപ്പിച്ച് കളയും. നിങ്ങൾ ഭയത്തെ മറികടക്കുക. ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള മാനസികാവസ്ഥ കൈവരിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ്. ഒറ്റപ്പെടൽ ഒരിക്കലും ജീവിതത്തിലെ ഇരുട്ടല്ല, പലരെയും തിരിച്ചറിയാനുള്ള വെളിച്ചമാണ്. കള്ളങ്ങൾ അതിവേഗം വിശ്വസിക്കപ്പെടും. സത്യം വിശ്വസിക്കണമെങ്കിൽ തെളിവുകൾ വേണ്ടിവരും. അതാണ് ഈ ലോകം. പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്കായി ഇല്ലാത്ത പണം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ പൊങ്ങച്ചം കാണിക്കുന്നതിലൂടെ ആളുകളെ ആകർഷിക്കുന്നു എന്ന് കരുതരുത്. എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിക്കാതെ മറ്റൊരാൾക്കും നിങ്ങളെ ആവശ്യമില്ല എന്ന സത്യം മനസ്സിലാക്കുക. വിനയവും എളിമയും തൻ്റെ സ്വത്തായിട്ടുള്ള ഒരു വ്യക്തിയെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ജീവിതത്തിൽ അവർക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അപൂർവമായിരിക്കും.